വണ്ടി എടുത്തിട്ട് പോക്കാണ്. വെരി ഗുഡ്. പറയും എന്തല്ല ഈത്ത് എന്തല്ല എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് കളിക്കല്. അപ്പം നമ്മൾ ഹാപ്പി മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൽ നിന്ന് വെച്ച് കയറ്റിയത് 5 കിട്ടും. സാൻഡ്രസ് ഫോണും കിട്ടും, എന്തെങ്കിലും കിട്ടും. അപ്പം ഗൈസ് നമ്മൾ അംബാസഡർ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പോക്കാണ്. അംബാസഡർ അവിടെ കൂടിയുണ്ട്. വേഗം പോവേ. അതുകൊണ്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് കോമഡി ആക്കുന്നുണ്ട് റിയാസ് കാക്ക. ഇനി എല്ലാവരും പറയും ആരാ റിയാസ് കാക്ക? നമ്മളെ റയ്യുവിൻ്റെ ഉപ്പയാണ് റിയാസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ എയർപോർട്ട്. എയർപോർട്ടിലേക്കാ പോണേ. ഡൽഹിയിലേക്ക് പോകാൻ ചെറിയ സ്പീഡൊന്നുമില്ല. അപ്പുറത്ത് പോയാൽ പോലീസ് പിടിക്കുന്നു. ഭയങ്കര തമാശ. അതല്ലേ നമ്മളെ യൂട്യൂബിന്റെ പേര്. ഫണ്ണും ആവും ഫിറ്റും ആവും. ഇപ്പൊ നീ എവിടെയാ പോന്നെ? എൻ്റെ വണ്ടിയെ വണ്ടി ഇത്തിരി ഇടിച്ചിട്ട് ചില്ല് മാത്രമേ കൂട്ടിയില്ല, വേറെ ഒന്നായിട്ടില്ല. അതോ നീ സൂപ്പർ വണ്ടി. അപ്പൊ നീ ഇപ്പൊ എവിടെയാ പോകുന്നത്? അങ്ങനെ ചിച്ചുവിന് എന്തോ സംസാരിക്കാനുണ്ട്. ചിച്ചു പറഞ്ഞോളൂ. എന്താ പറയണ്ടേ അതെല്ലാം പറഞ്ഞോളൂ. ചിച്ചുവിന് എന്തോ ഫ്രണ്ട്സിനോട് പറയാനുണ്ട്. പറയൂ. എന്താ ചിരിക്കലാന്നോ പറയല്? വർക്ക്ഷോപ്പ് കയറണം. അതന്നെ വണ്ടിയെല്ലാം കുറച്ച് നമുക്ക് മാപ്പ് ഇടാം വർക്ക്ഷോപ്പിലേക്ക്. ഇവിടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരു സ്പീഡങ്ങ് വിട്ടാട്ടെ. ഇത് മറ്റു വണ്ടിക്കാക്കി കുത്തി 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 ചാവാനാണ്. പോന്നേ വർക്ക്ഷോപ്പ് ഇത്ര വേഗം കളർ ഏതാന്നറിയില്ല ഗൈസ്. ഇതേതാ കളറ്? വണ്ടി നോക്കി അടിമു നോക്കിയ ജസ്റ്റ് ഇതൊക്കെ മുട്ടില്ല. എൻ്റെ മോനെ ഇത് നമ്മളെ നിഹാൽക്കാക്കന വണ്ടി പോലെ ഉണ്ട് കേട്ടോ. പോകാലും ഒറ്റ സ്പീഡങ്ങ് വിട്. ധൈര്യത്തിൽ പോ. ഇത് മിനിമം സ്പീഡാ. നീ നമുക്ക് എക്സ്പ്ലസ് പോകും. നമ്മളെ എക്സ്പ്ലസ് ഹൈവേ വരുന്ന വീടാണ്. അപ്പോൾ ഇവിടത്തേക്ക് ചെറിയൊരു മാപ്പ് നമുക്ക് വെക്കാം. എക്സ്പ്ലസ് ഹൈവേന്ന് പറക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല, ഈക്ഷ പറഞ്ഞിട്ടാണ് പറക്കാൻ പോകുന്നത്. അതന്നെ. അപ്പോൾ നമ്മളെ ഫേസ് കാണിച്ചറിയാത്ത ഇൻസിഡിൻ്റെ സ്വിച്ചിതാ നമ്മൾ ഉറങ്ങി എണീച്ചതാണ്. ഇപ്പോൾ ഉറങ്ങി എണീച്ചതാണ്. ഇത് ഇടാൻ എന്തായാലും ഒരു 8 മണിയാവും. 8 മണിയൊന്നും കഴിയുമല്ലേ? 8 മണി പിന്നെ പൊട്ടി. പൊട്ടിട്ടേ വേറെന്ത് പ്രശ്നമല്ല. അതന്നെ ഇവനൊന്നും പ്രശ്നമില്ല. ഇവനിപ്പോൾ ഛർദി കഴിഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ ഞാനിപ്പോൾ തലവേദന കഴിഞ്ഞിട്ടേ ഇല്ല. ഞാനിപ്പോ ചുമയേ കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. എന്നെ കാണുന്നുണ്ടോ? നിന്റെ കണ്ണ് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ധൈര്യത്തിൽ പോകാൻ തോന്നുന്നു. പിന്നെ ധൈര്യത്തിൽ ഇങ്ങനെ പോക്ക് റോഡ് ചെറുതായ തെറ്റുകളുണ്ട്. പോലീസ് എന്താ അവള് പറയുന്നതെന്ന് അറിയില്ല. മംഗ്ലീഷാണല്ലോ മലയാളം. അതിന് പോലീസ് കമ്മിങ് കേവിലെല്ലാം എന്തിനാ പഠിക്കുന്നത്? അതന്നെ ഇവള് ഒരു ഇംഗ്ലീഷും അറിയില്ല. നമ്മൾ ഇന്ന് ഇവിടെ പാർട്ടി ഉണ്ട്. നമുക്ക് ചെറിയൊരു പാർട്ടി
എന്നിട്ട് പാർട്ടിന്റെ ഉദ്ഘാടനം പൊട്ടിച്ചിട്ട് വരും അല്ലേ? നമുക്ക് ഇന്നുണ്ട് ഒരു 69 സാധനമാണ് ജ്യൂസ് വേണ്ട. നമുക്കില്ലേ ബീച്ച് ഏരിയയിലേക്ക് പോകണം. ആ ബീച്ച് ഏരിയ പോയിട്ടില്ല ഗൈസ്. അപ്പം നമ്മളൊരു ബീച്ച് ഏരിയ ഒരു വീട് വാങ്ങണം. നമ്മൾ ബീച്ച് ഏരിയ എത്താനായി. സിച്ചു എന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, എന്ത് വീട് എടുക്കണം. ഓ വീട് നമുക്ക് സ്കൂട്ടറും കിട്ടും. എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് വേണ്ട. എനിക്ക് സൺറൂഫ് തുറക്കണം. എൻ്റെ സൺറൂഫ് തുറന്നു. എൻ്റെ സുപ്രീൻ്റെ സൺറൂഫ് തന്നെ ഏത് ബോക്കെ കേറി മെഡിക്ക അവരെ റോങ് ആണെന്നതല്ലേ. ഗേറ്റെല്ലാം പൊട്ടിച്ച് ട്രാഫിക് ആക്കി. പോലീസ് ഉണ്ടോടാ? ഇത് റിയൽ ലൈഫിൽ നടന്നാല് പോക്കും ആടുന്നെ സ്ഥലത്തിട്ടുണ്ട്. ഓ നീടൊരു വയ്യുണ്ട്. ആ എവിടെ നോക്കിട്ട് അതിന്റെ തലയിൽ നോക്കി പോകും. അവരെല്ലാം ഉണ്ടല്ലോ ബീച്ചിൽ പാട്ടെല്ലാം ഉണ്ട്. എൻ്റെ വണ്ടി നോക്കുന്നേ പാട്ട്. ബീച്ചിൽ പാട്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വണ്ടിയിൽ നോക്കുന്നു. ബലാലെ എൻ്റെ വണ്ടി ഓർക്കും. എനിക്ക് ഇഷ്ടമല്ല എൻ്റെ വണ്ടി ഓർക്കുന്നത്. അത് നിന്റെ വണ്ടി നീ എന്നെ ഒറ്റയ്ക്ക് പൊട്ടി. ഇവിടെ എത്തിയില്ലേ? ഒരു സ്റ്റാർ എനിക്ക് തോന്നുന്നു നീ വർക്ക്ഷോപ്പിൽ പോകണമെന്ന്. നീ വർക്ക്ഷോപ്പിൽ പോകണമെന്ന്. വർക്ക്ഷോപ്പിൽ തേങ്ങ വീടെടുത്തിട്ട് വീടെത്തി വണ്ടിയിലെ പൊളിന് ഇതായി. വീടെടുക്കും. ഈ വീടുണ്ട് ഇപ്പൊ ഗൈസ് നമ്മുടെ ധാരാളം ഹബീബ് വിളിക്കുന്നുണ്ട്. ഹലോ ഹബീബേ. ഗൈസ് പോലീസിനെ ജിമ്മിലേക്ക് പോകാൻ പറയുന്നു. എന്നോട് എന്തിനാ സംഭവം എന്താണെന്ന് അറിയില്ല. ഇടത്തേക്ക് ഞാൻ വരുവാൻ ശരി പോയട്ടെ. എനിക്ക് ജിമ്മിൽ പോകണ്ട. അപ്പം ഇതെത്തിയാ മോനെ ഈ പൈസയിൽ എന്ത് സിമ്പിൾ കുറച്ചോനെ. നമുക്കിനി ഈ വീടിന്റെ ഉള്ളിൽ കാണിച്ച് കൈസ് നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. വീട് ഉള്ളിൽ നോക്കാം. ഫസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് റെഡിയാക്കാം. ഗൈസ് നിങ്ങൾ വണ്ടിയുടെ കോൽ നോക്കിക്കോ. ഇനി നമ്മൾ വണ്ടി കയറ്റിട്ട് വെക്കും. കമാൻ നമുക്ക് വീട്ടിനുള്ളിൽ പോകാൻ നോക്കാം. ഡ്രസ്സ് മാറ്റാം. വാങ്ങാൻ പൈസ ഉണ്ടോ? ഡ്രസ്സെല്ലാം ഇഷ്ടം പോലെ ഡ്രസ്സെല്ലാം മാറിയിട്ട് നമ്മളെ ഡ്രസ്സ് വേണ്ട. ഒന്നും മാറ്റണ്ട. ചെയിനൊന്ന് മാറ്റണം. ചെയിൻ മാത്രം ഒന്ന് മാറ്റണം. ഓക്കെ ശരി. നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും നോക്കുന്നത് ചെയിനൊക്കെ ഉണ്ടാക്കി. ചൈന ആഫ്രിക്കൻ ചൈന വാങ്ങിയത് പൈസ നമ്മൾ പോക്കാണ്. ഒന്നുമില്ലായിരുന്നു. ഇവിടെ ഒരു പഠിക്കുന്നവരുണ്ട്. അല്ല ഇത് കിച്ചണാ റൂമാ? അതൊരു റൂമാണ്. സോറി പഠിക്കുന്ന അല്ല തോക്കൊന്നും വേണ്ട. അല്ല ഇതൊന്നും വേണ്ട. അപ്പം ഗൈസ് പിന്നെ ഇവിടെ ഒരു ഇരിക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു കിച്ചണുണ്ട്. അപ്പം നമുക്ക് പിന്നെ പുറത്തേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ വണ്ടിയാണ് ഇപ്പോൾ ചളി പിടിച്ചതല്ലേ? അതിലൊന്നൊക്കെ എടുക്കണം. അപ്പം നമുക്ക് അല്ല ഇന്ന് ഇവിടെ വണ്ടി വെച്ചേ
അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ഈ പെണ്ണിനെ അടിച്ചിട്ടാലോ എന്നൊരു വിചാരം. ഈ പെണ്ണ് ഭയങ്കര സീക്രറ്റ്. അത് തന്നെ ഗൈസ് എനിക്ക് ജീപ്പ് കിട്ടി. എൻ്റെ മച്ചാനെ. ഗൈസ് ഞാൻ ഈ വണ്ടി ആടെ കൂടി കൊണ്ടുവച്ചിട്ട് പിന്നെ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ബൈ ബൈ. Like and Subscribe. Like, share. Share. Bye bye.